സർ, നമ്മുടെ കേരളത്തിലെ ആശുപത്രികളിലെ കൊള്ളയ്ക്കെതിരെ ഹൈക്കോടതി ഇതാ ഒരു സുപ്രധാനമായ ഒരു വിധിയുമായി എത്തിയിരിക്കുകയാണ്. ആശുപത്രികളിൽ ഈടാക്കുന്ന ഫീസുകൾ, ഡോക്ടർമാരുടെ ഫീസുകൾ, ഒപ്പം ആശുപത്രികളിൽ ഒരു രോഗി എത്തുന്ന അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സേവനങ്ങളുടെ മുഴുവൻ ഫീസുകളുടെയും മുഴുവൻ വിവരങ്ങൾ കൃത്യമായി പുറത്ത് ബോർഡിൽ പ്രദർശിപ്പിക്കണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വകാര്യ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആശുപത്രികൾക്ക് മാത്രമല്ല, ക്ലിനിക്കുകൾക്കുമൊക്കെ ഈ വിധി ബാധകമാണ്. നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ഹൈക്കോടതിയുടെ ഈ ഒരു നിർണായക നീക്കം? അതായത് സേവനത്തിന്റെ വിലവിവര പട്ടിക ആശുപത്രികളിൽ പ്രദർശിപ്പിക്കണം. ഇതാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പാരാമെഡിക്കൽ സംഘടനകളും IMA ഒക്കെ അതിനെതിരെയുള്ള എല്ലാവിധ വാദങ്ങൾ നിരത്തിയിട്ടും അതൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്. അതായത് നമ്മൾ ചായക്കടയിലും പച്ചക്കറിക്കടയിലും ഒക്കെ കാണുന്നത് പോലെ വിലവിവര പട്ടിക ആശുപത്രികളുടെ മുമ്പിൽ കാണണം. ചായ 50 പൈസ, തക്കാളി 1 കിലോ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു പട്ടിക പ്രദർശിപ്പിക്കണമെന്നാണ് ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലിയ ഹോട്ടലുകളിലാണെങ്കിൽ അത് മെനു കാർഡിൽ അതുണ്ടാവും. ചായ 20 രൂപ അല്ലെങ്കിൽ 50 രൂപ എന്നൊക്കെയുള്ള. അതുപോലെ ആശുപത്രിയുടെ മെനു കാർഡിൽ പ്രസവം 15,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ, ഹാർട്ട് സർജറി 5 ലക്ഷം രൂപ, ക്യാൻസർ പാക്കേജ് ഇത്ര എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആശുപത്രികളിൽ നിന്ന് സേവനം അതിൻ്റെ മൂല്യം എത്രയാണ് എന്ന് രോഗികൾ മുൻകൂട്ടി അറിയണം. അതാണ് ആ ഒരു വിധിയുടെ കാതലായിട്ടുള്ള ഭാഗം. അപ്പൊ ഇതിലേക്ക് എത്തിച്ചേരാൻ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നല്ല ലോകമെമ്പാടും ആശുപത്രി സേവനത്തിന്റെ മേഖലയിൽ നിന്നും വ്യവസായത്തിന്റെ മേഖലകളിലേക്ക് മാറി. പണ്ട് ആണെങ്കിലും വൻകിട ആശുപത്രി ആണെങ്കിൽ പോലും അത് നടത്തിയിരുന്നത് അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആളുകൾ ഡോക്ടർമാരായിരിക്കും. ഇപ്പോഴത് MBA അതുപോലെയുള്ള അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റിൽ പെട്ടവരൊക്കെയാണ് ഇപ്പൊ ആശുപത്രികൾ നടത്തുന്നത്. കോർപ്പറേറ്റുകളാണ് വലിയ വൻകിട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പലതും നടത്തുന്നത്. അപ്പൊ ഇത് സേവന രംഗത്ത് നിന്ന് ആതുര സേവനം എന്നുള്ള തലക്കെട്ടിൽ നിന്നും ആശുപത്രി സേവനങ്ങളൊക്കെ ഇപ്പോൾ മാറി എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പറയുന്ന വ്യാവസായിക സേവനത്തിലേക്കാണ്. അതും സേവനമാണ്. അതായത് ഇപ്പം ഇവര് ടാറ്റ ഒരു സോപ്പ് കൊണ്ട് തരികയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു സേവനത്തിന്റെ അംശമുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഇതാണ് ITC കമ്പനി, മറ്റേ ആശീർവാദ് ആട്ട നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആട്ട പാക്ക് ചെയ്ത് അല്ലെങ്കിൽ ശേഖരിച്ച് പാക്ക് ചെയ്ത് അയക്കുന്നതിൻ്റെ അകത്ത് അവരുടെ ഒരു സേവനമുണ്ട്. പക്ഷേ അത് തന്നെ ഒരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റി കൂടാണ്. അപ്പൊ ആശുപത്രികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഭാഗികമായി കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെട്ടു. ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഒരു പരിധിയിൽ ഈ ആശുപത്രി സേവനങ്ങൾ കൂടെ ഉൾപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. AK ആന്റണി മന്ത്രിയായിരുന്നപ്പോഴാണ് അതിൻ്റെ ആദ്യത്തെ നീക്കം, കേന്ദ്ര സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നപ്പോഴാണ് ആദ്യത്തെ നീക്കം ഉണ്ടാകുകയും പിന്നീട് പല ഘട്ടങ്ങളിൽ കൂടെ അതിൻ്റെ പലവിധ ഭാഗങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ഡീലക്സ് റൂം എടുക്കുകയാണെങ്കിൽ ഡീലക്സ് റൂമിൽ ലഭ്യമാകുന്ന സേവനങ്ങൾക്ക് റേറ്റ് കൂടുതലാണ്. 60%, 70% സാധാരണ സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. അതായത് 10 പൈസയുള്ള അല്ലെങ്കിൽ 50 പൈസയുള്ള പാരസെറ്റമോള് ഡീലക്സ് റൂമിൽ സെർവ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ വില എന്ന് പറയുന്നത് 80 പൈസയാകും. ക്ഷമിക്കണം, അല്ല, 60% കൂടി 15 പൈസയാകും. അതുപോലെ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ആ ബ്ലഡ് ടെസ്റ്റിന്റെ ചാർജ് 50 രൂപയാണെങ്കിൽ
അതിന്റെ 60% കൂടെ കൂട്ടി 630 80 രൂപയായിട്ട് മാറും. ഇങ്ങനെ ഉള്ള സേവനങ്ങൾ മരുന്നിനായാലും അതിന്റെ ട്രീറ്റ്മെന്റിന്റെ സേവനങ്ങൾക്കായാലും ഡോക്ടറുടെ ഫീസ് ആയാലും എല്ലാം ഈ ഡീലക്സ് പേഷ്യന്റ്, പിന്നെ സെമി ഡീലക്സ് പേഷ്യന്റ്, നോർമൽ പേഷ്യന്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് വേർതിരിച്ച് ഫീസ് ഈടാക്കുന്ന ഒരു സംവിധാനം ആശുപത്രികളിൽ നിലനിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇതിനെതിരെയുള്ള നീക്കം കേരളത്തിലുണ്ടായത്. അത് എറണാകുളം ഹൈക്കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് തന്നെ ഇതിനെതിരെ 2 വർഷം മുമ്പോ 3 വർഷം മുമ്പോ എങ്ങാണ്ട് ഒരു അപേക്ഷ മൂവ് ചെയ്തിരുന്നു. അതും നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പൊ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇവർക്ക് IMAയ്ക്കോ അതുപോലുള്ള സംഘടനകൾക്കോ ഇടപെടാനുള്ള എല്ലാവിധ വാതിലുകളും അടച്ചുകൊണ്ടാണ് അവര് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ഡീലക്സ് റൂം കൊടുക്കുകയാണെങ്കിൽ റൂമിന്റെ വില നിങ്ങൾക്ക് കൂട്ടി മേടിക്കാം. അല്ലെങ്കിൽ ഒരു ഡീലക്സ് പേഷ്യന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള എന്താണ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ മരുന്നിന്റെയോ അല്ലെങ്കിൽ ഇമേജിങ്ങിന്റെയോ എക്സ്റേ എടുക്കുന്നതിന്റെയോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നതിന്റെയൊക്കെ ചാർജ് അതിനനുസരിച്ച് കൂട്ടാൻ പാടില്ല. അതാണ് വില നിലവാര പട്ടിക അവിടെ പ്രദർശിപ്പിക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമായ പ്രയോജനം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പല ആശുപത്രികളിലും പ്രത്യേകിച്ച് IVF ആശുപത്രികളിൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ നിങ്ങൾക്ക് ഒരു IVF ട്രീറ്റ്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു വിധമായ റെക്കോർഡ്സും കാണുകയില്ല. ഒരു കടലാസില് തുക കുറിച്ചത്, തുക വേണമെന്നില്ല, 1,50,000 തുകയെങ്കിൽ 1,50,000 രൂപ എന്ന് മാത്രം എഴുതി ഒരു ചിറ്റ് എഴുതി അത് കൗണ്ടറിൽ പൈസ അടയ്ക്കാൻ പറയും. അതല്ലെങ്കിൽ ABCDFGH എന്ന് പറഞ്ഞ ഒരു കോഡ് സെന്റൻസ് അത് കൊടുത്തിട്ട് പറയും അത് പൈസ അടയ്ക്കാൻ പറയും. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും അവര് ഒരു ഡെമ്മി അക്കൗണ്ടിലാണ് പല ആശുപത്രികളിലും എല്ലാ ആശുപത്രികളിലും ഒരു ഡെമ്മി അക്കൗണ്ട് ഉണ്ട്. ഇപ്പം സർവീസ് ടാക്സ് പിരിച്ചാൽ പോലും സർവീസ് ടാക്സ് പിരിക്കുന്നതായിട്ട് നമുക്ക് ബില്ല് കിട്ടുമെങ്കിൽ പോലും പലചരക്കടയിൽ നിന്നും നമുക്ക് സർവീസ് ടാക്സ് സഹിതമുള്ള ബില്ല് കിട്ടും. പക്ഷേ സർവീസ് ടാക്സ് അത് അടയ്ക്കാറില്ല. ആശുപത്രികൾ ഒട്ടും അടയ്ക്കാറില്ല. ഭൂരിഭാഗം ആശുപത്രികളും ഇതിന്റെ സേവന നികുതി എന്ന് പറയുന്ന സംഗതി അടയ്ക്കാറില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഡെമ്മി സിസ്റ്റം, അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. ആ ഡെമ്മി അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കൂടിയാണ് ഈ പറയുന്ന അവരുടെ ഫീസൊക്കെ അവർ ഇരിക്കുന്നത്. മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും, അതായത് ഡയഗ്നോസിസ് തൊട്ട് മെഡിസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ടെസ്റ്റുകൾ, എല്ലാ സംഗതികളും ഒരു ഗവൺമെന്റ് ഓൺഡ് പോർട്ടലിൽ കൂടെ വരികയും അതിന് ആ ഹോസ്പിറ്റലിന്റെ ഫീസ് എത്രയാണോ ആ ഫീസ് അതിൻ്റെ അകത്ത് കാണുകയും, നമ്മളിപ്പം പല ഫീസുകളും അങ്ങനെ കാണും. ഇപ്പം യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കുകയാണെങ്കിൽ ഫീസ് വരും. ആ ഫീസ് നമ്മൾ അടയ്ക്കത്തക്ക ഒരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന വില നിലവാര പട്ടിക കാണിക്കുന്നത് കൊണ്ട് ഒരു പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. കാരണം ഇതിന് അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ വരും. കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ഇനി അതിൻ്റെ അകത്ത് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അക്കൗണ്ടബിലിറ്റി, അതായത് ഒരു ഗവൺമെന്റ് പോർട്ടലിൽ കൂടെ വേണം കേരളത്തിലെ ആതുര സേവനം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു നിലപാടിലേക്ക് കോടതിയും ഗവൺമെന്റും വരണം. എങ്കിൽ മാത്രമേ ആധുനികമായ, അതായത് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സേവനത്തിന്റെ ക്വാളിറ്റി, അതിന്റെ വാല്യൂ ഉറപ്പാക്കാനായിട്ട് ഗവൺമെന്റ് ഇടപെടണം. കോടതി അതിനെ സഹായിക്കുകയും വേണം. അതാണ് സാർ അവസാനം പറഞ്ഞു നിർത്തിയതാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള സേവനങ്ങൾ ലഭിക്കാൻ ആശുപത്രികളിൽ എത്തുന്ന ഓരോരുത്തർക്കും അതിനുള്ളൊരു അവകാശമുണ്ട്. പലപ്പോഴും അതാണ് ലംഘിക്കപ്പെടുന്നത്. അത്തരത്തിൽ ഫീസുകളുടെ വർധനവ്, ഒരു പേഷ്യന്റ് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ചികിത്സിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആ ചികിത്സയ്ക്ക് എത്ര രൂപയായി എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കില്ല. ബ്ലഡ് ടെസ്റ്റിന് ഇത്ര രൂപ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കിടന്നതിന്, അല്ലെങ്കിൽ ഒരു ബെഡ്
ബെഡിന്റെ ഒരു റേറ്റ് ഇത്ര, അല്ല അങ്ങനെ ആ രീതിയിൽ പോലും അങ്ങനെ തരം തിരിച്ച് നമ്മളോട് പറയുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. അത്തരത്തിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ വിശദമായി നമ്മൾ എന്തിന് ഹോസ്പിറ്റലിൽ പണം ചിലവഴിച്ചു എന്നുള്ളത് അറിയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.